ട്രെൻഡിങ് വീഡിയോകളെക്കുറിച്ചും അവയുടെ പ്ലാനുകളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന RJ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല മനോഹരമായ കാഴ്ചയല്ലേ? സംഭവം ഇത് കോട്ടയം തൃക്കോതമംഗലത്ത് നമ്മുടെ പുതിയ ക്ലയൻറ്റായ രാഹുൽ സാറിൻ്റെ സൈറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. ഫേസ്ബുക്കിൽ നമ്മളിടുന്ന വീഡിയോസ് കണ്ടിട്ടാണ് രാഹുൽ സാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. രാഹുൽ സാറും വൈഫും കൊച്ചിയിലൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും അത്യാവശ്യം നല്ലൊരു പോസ്റ്റിൽ തന്നെയാണ്. അങ്ങനെയാണ് അവരൊരു വീഡിയോ വയ്ക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് നമ്മളെ വീഡിയോസ് കണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അന്ന് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ എന്തെന്നാൽ കൊച്ചിയിലൊരു സ്ഥലം മേടിക്കണം, എന്നിട്ട് തരക്കിട്ടില്ലാത്തൊരു വീട് വയ്ക്കണം എന്നതായിരുന്നു. സാറുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കോട്ടയത്ത് സാറിൻ്റെ തരക്കിട്ടില്ലാത്തൊരു വീടുണ്ട്. ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് 10-12 ലക്ഷം രൂപ മുടക്കി വെച്ചതാണ്. ഈ ഒരു വീട് വയ്ക്കാൻ വേണ്ടി അന്ന് മുടക്കിയ ഫണ്ട് വേസ്റ്റ് ആകുമോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ആ സാറിനോട് പറഞ്ഞേ, ആ വീട് എനിക്കൊന്ന് കാണണം. ഒരു പക്ഷേ നമുക്ക് ഈ വീട് റെനോവേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ 5-6 കൊല്ലത്തിന് മുമ്പ് സാറെടുത്ത് ഈ വീട് വെക്കണമെന്നുള്ള തീരുമാനം ബുദ്ധിപരമായിട്ടുള്ള ഒന്നായി മാറും. അത് മാത്രവുമല്ല, വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു വൈബും ആ ഒരു അറ്റ്മോസ്ഫിയറും പൊളിച്ചു. ഈ ഒരു വീടിനെ മോഡേൺ കൊളോണിയൽ സ്റ്റൈലിലോ ട്രഡീഷണൽ ആയിട്ടോ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വിജയം തന്നെ ആയിരിക്കും. ഞാൻ ഈ വീട് അകവും പുറവും നല്ല സൂക്ഷ്മമായിട്ട് തന്നെ വീക്ഷിച്ചു. അന്ന് വീട് നിർമ്മിച്ചപ്പോൾ വരച്ച പ്ലാൻ സാറിൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ വീടിൻ്റെ മുക്കും മൂലയും അളന്ന് വീടിൻ്റെ പ്ലാൻ അങ്ങ് വരച്ചു. രാഹുൽ സാറിൻ്റെ അമ്മ ചുട്ട് തന്നെ നല്ല ചൂടപ്പവും കഴിച്ച് വർക്ക് നമ്മൾ ഏറ്റെടുത്തു എന്നുള്ള വാക്കും കൊടുത്ത് അഡ്വാൻസ് മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഇതൊരു വിപ്ലവമാക്കണം, ഇത് നമ്മൾ പൊളിക്കും. അങ്ങനെ നമ്മൾ പ്ലാൻ എവാലുവേഷന് സബ്മിറ്റ് ചെയ്തു. സാറിനും ഫാമിലിക്കും അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ആരും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ആ അത്ഭുതം ഒന്ന് കണ്ടിട്ട് വരാം. ഓൾറെഡി ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നത് 840 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 182 സ്ക്വയർ ഫീറ്റ് കൂടെ ആഡ് ചെയ്ത് നമ്മളൊരു വരാന്ത നിർമ്മിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ അധികം ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ നിന്നില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് മാറ്റങ്ങൾ അത്ര തന്നെ. മറിച്ചായിരുന്നെങ്കിൽ അത് ബഡ്ജറ്റിന് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 840 സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ്. 3ാം നില എന്ന് പറയാൻ പറ്റില്ല എങ്കിലും 119 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്റ്റെയർ റൂം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ഏറ്റവും മേലിൽ നിന്നുള്ള വ്യൂ അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കാദ്യം വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യം ഒന്ന് ഓടിച്ചു നോക്കാം. ടോട്ടൽ 182 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വിശാലമായൊരു വരാന്ത തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വരാന്ത നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സിറ്റ് ഔട്ടിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ട് ആദ്യം ഈ ഒരു ഭാഗത്തായിരുന്നു. വീട്ടിലേക്ക് കയറുന്ന മെയിൻ ഡോറോ ദേ ഈ ഒരു ഭാഗത്ത്. വീടിൻ്റെ മുന്നിലേക്ക് വരാന്ത എടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു സിറ്റ് ഔട്ടിൻ്റെ ആവശ്യമില്ല. എന്നാൽ പിന്നെ ആ ഒരു മെയിൻ ഡോർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് 2 ഉപയോഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഉപയോഗം, നല്ല മനോഹരമായൊരു ഫ്രണ്ട് ഡോറ് നമുക്ക് വരാന്തൊരു സെൻട്രലായി തന്നെ വയ്ക്കാം. രണ്ടാമത്തെ ഉപയോഗം, സിറ്റ് ഔട്ടിൻ്റെ സൈസും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നല്ല വിശാലമായൊരു ഹാൾ തന്നെ നമുക്ക് കിട്ടും. ആ ഒരു കാര്യം വീടിൻ്റെ ലിവിങ്ങിനും ഡൈനിങ്ങിനും സ്പേസ് കൂട്ടുന്നതിൽ ഉപകരിക്കും. വീടിൻ്റെ മുൻവാതിൽ സിറ്റ് ഔട്ടിൻ്റെ സെൻറ്ററിലേക്ക് മാറിയപ്പോൾ ഇടതുവശത്തും വലതുവശത്തുമായി 2 ഷട്ടറിൻ്റെ ഓരോ ഫ്രഞ്ച് വിൻഡോസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് വീടിൻ്റെ ലിവിംഗ് റൂമിലേക്കാണ്. ഇവിടെ നമ്മൾ വീടിൻ്റെ സെറ്റിയും മറ്റുമെല്ലാം റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ്ങും ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും. ഇവ രണ്ടും കൂടെ ചേർത്തുകൊണ്ടുള്ള മെഷർമെൻറ്റ് വരുന്നത് 320 സെൻറ്റിമീറ്റർ വീതിയും 750 സെൻറ്റിമീറ്റർ നീളവുമാണ്. ലിവിംഗ് റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായി എൽ ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റിയും ഈ ഒരു ഭാഗത്തായി TV യൂണിറ്റും കൊടുക്കാൻ കഴിയും. കൂടാതെ ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായി നല്ല വിശാലമായൊരു ഡൈനിങ് ടേബിൾ നമുക്ക് കൊടുക്കാം. നമുക്കിനി വീടിൻ്റെ പാചക മേഖല ഒന്ന് നോക്കാം. വീടിൻ്റെ വർക്ക് ഏരിയ വഴിയാണ് കിച്ചണിലേക്ക് പോകേണ്ടത്. വീടിൻ്റെ വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് 310 സെൻറ്റിമീറ്റർ നീളവും 195 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഇവിടുത്തെ ക്യാബിൻ നമ്മൾ ചെറുതായിട്ടൊന്ന് വലുതാക്കിയിട്ടുണ്ട്. വീടിൻ്റെ കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ എൽ ഷേപ്പിലുള്ള ഒരു കിച്ചൺ ക്യാബിൻ ഇവിടെ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സംഭവം ഷെൽഫെല്ലാം വെച്ച് നല്ല അടിപൊളിയാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലിപ്പോൾ അധികം ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കിച്ചൻ്റെ സൈസ് വരുന്നത് 310 സെൻറ്റിമീറ്റർ നീളവും 275 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന 3 ബെഡ്റൂംസിൻ്റെ കാര്യം നോക്കാം. ഈ 3 ബെഡ്റൂംസും ഒരേ മെഷർമെൻറ്റിലുള്ളതാണ്. 310 സെൻറ്റിമീറ്റർ നീളത്തിലും 290 സെൻറ്റിമീറ്റർ വീതിയിലും. ആദ്യം നമുക്ക് ഈ ഒരു റൂമിൻ്റെ കാര്യം നോക്കാം. സാമാന്യം വലുപ്പത്തിലുള്ള ഒരു കട്ടിൽ നമുക്കിവിടെ കൊടുക്കാം. പക്ഷേ വീടിൻ്റെ വാൾഡ്രോബിൻ്റെ കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് ചെയ്യണം. ഇല്ല എങ്കിൽ റൂം കൺജസ്റ്റഡ് ആവും. ഈ റൂം അറ്റാച്ച്ഡ് അല്ല, എന്നാലും റൂമിനോട് ചേർന്ന് തന്നെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു ഉപകാരം തന്നെയാണ്. ഈ ഒരു ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് 205 സെൻറ്റിമീറ്റർ നീളവും 150 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാര്യം നോക്കാം. ഈ റൂമിൽ മാന്യമായൊരു കട്ടിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ ആദ്യം കണ്ട റൂമിൽ പറഞ്ഞതുപോലെ തന്നെ വാൾഡ്രോബിൻ്റെ കാര്യം നമ്മളൊന്ന് സൂക്ഷിക്കണം. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമിൻ്റെ കാര്യം നോക്കാം.
മറ്റ് 2 റൂമുകളെ അപേക്ഷിച്ച് ഈ റൂം അറ്റാച്ച്ഡ് ആണ്. റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എവിടെയെന്നായിരിക്കും അല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിനടിയിലാണ്. അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഈ D2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് മാത്രമേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാലോ. സ്റ്റെയർ കയറി നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടിൻ്റെ ലോബിയിലേക്കാണ്. ഈ ഒരു ലോബിയുടെ സൈസ് വരുന്നത് 320 സെൻറ്റിമീറ്റർ നീളവും 335 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ലോബിയുടെ ഈ ഒരു ഭാഗത്തായി 4 ചെയേഴ്സും ചെറിയൊരു ടേബിളും നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന വീടിൻ്റെ തിയേറ്ററിലേക്ക് പോവാം. 310 സെൻറ്റിമീറ്റർ നീളത്തിലും 400 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഈ ഒരു തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തായി സമാനം വലുപ്പമുള്ള ഒരു മീഡിയ ക്യാബിനും ഈ ഒരു ഭാഗത്തായി ചെയേഴ്സും നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്കിനി വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് 310 സെൻറ്റിമീറ്റർ നീളവും 380 സെൻറ്റിമീറ്റർ വീതിയുമാണ്. റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായി ക്യൂൺ സൈസിൻ്റെ ഒരു ബെഡും ഈ ഒരു ഭാഗത്തായി വാൾഡ്രോബ് നമുക്ക് അറേഞ്ച് ചെയ്യാം. കൂടാതെ വെന്റിലേഷൻ്റെ ഭാഗമായി 3 ഷട്ടറിൻ്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും 2 ഷട്ടറിൻ്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. റൂമിനോട് ചേർന്ന് തന്നെ 120 സെൻറ്റിമീറ്റർ നീളത്തിലും 205 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ടാണെങ്കിലും വേണമെങ്കിൽ നമുക്കിത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് വീടിൻ്റെ 5ാമത്തെയും ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെയും ബെഡ്റൂമിൻ്റെ കാര്യം നോക്കാം. 310 സെൻറ്റിമീറ്റർ നീളത്തിലും 335 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായി ക്യൂൺ സൈസിൻ്റെ ഒരു ബെഡും ഈ ഒരു ഭാഗത്തായി വാൾഡ്രോബ് നമുക്ക് കൊടുക്കാൻ കഴിയും. കൂടാതെ വെന്റിലേഷൻ്റെ ഭാഗമായി 3 ഷട്ടറിൻ്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും 2 ഷട്ടറിൻ്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി. 320 സെൻറ്റിമീറ്റർ നീളത്തിലും 180 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഈ ഒരു ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. D1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ്. ഈ ഒരു ബാൽക്കണിയിൽ 3 ഷട്ടറിൻ്റെ ഒരു ഫ്രഞ്ച് വിൻഡോയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്തായി നല്ല മനോഹരമായൊരു കുരുവി കൊടുത്തോട്ടിൽ നമുക്ക് കൊടുക്കാം. അതെൻ്റെ ഐഡിയ അല്ല കേട്ടോ, അത് സാറിൻ്റെ. ഈ കാണുന്ന ചെറിയൊരു ഓഫീസ് റൂമാണ്. ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് 310 സെൻറ്റിമീറ്റർ നീളവും 220 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഈ ഒരു റൂമിലേക്കുള്ള വെന്റിലേഷൻ്റെ ഭാഗമായി 3 ഷട്ടറിൻ്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും 2 ഷട്ടറിൻ്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവയ്ക്കെല്ലാത്തിനും പുറമെ നല്ല മനോഹരമായൊരു ഓപ്പൺ ടെറസാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല മനോഹരമായിരിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സിറ്റ് ഔട്ടിൻ്റെ മേളിലത്തെ കൂരയെ ഞാൻ മുറിച്ച് ഈ ഒരു ഡിസൈനിലേക്ക് ആക്കിയത്. വേണമെങ്കിൽ നമുക്കിത് കൂരയായിട്ട് തന്നെ കൊടുക്കാമായിരുന്നു, പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് വീടിൻ്റെ ഏറ്റവും ടോപ്പിലെ കാര്യം നോക്കാം. 119 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സ്റ്റെയർ റൂമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ D1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് 3ാം നിലയിലേക്കുള്ള ഓപ്പൺ ടെറസിലേക്ക് ഈ സ്റ്റെയർ റൂമിൽ നിന്നുള്ള എൻട്രൻസ് ആണ്. ഇതൊരു റെനോവേഷനാണ്. അതിനാൽ തന്നെയും ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ 3D കാണുന്നതാണ്. എന്നാൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് വീടിൻ്റെ 3D എലിവേഷൻ ഒന്ന് കണ്ടാലോ. എല്ലാവരുടെയും കണ്ണ് കള്ളിയെന്ന് മനസ്സിലായി. ഈ ഒരു വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1980 സ്ക്വയർ ഫീറ്റാണ്. കൊളോണിയൽ സ്റ്റൈലിൽ 1980 സ്ക്വയർ ഫീറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ നമ്മളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ വിത്ത് ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഏറ്റവും കുറഞ്ഞത് 45 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. എന്നാൽ ഈ ഒരു വീട് ഗ്രൗണ്ട് ഫ്ലോർ നിലനിർത്തിക്കൊണ്ട് നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് 25 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ചെയ്യാൻ കഴിയും. അതെന്തായാലും നല്ലൊരു ലാഭം തന്നെയാണ്. ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം രൂപയുടെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 വർഷത്തിന് മുമ്പ് 12 ലക്ഷം രൂപ മുടക്കി ഈ ഒരു വീട് വെച്ചതിൽ സാറിന് ഒരു നഷ്ടവുമില്ല. ദൈവം തുണച്ചാൽ കൃത്യം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വീടിൻ്റെ പാല് കാച്ച വീഡിയോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരും. നമ്മളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, നമ്മൾ RJ ഹോംസ്. സിവിൽ എഞ്ചിനീയറിംഗ് സഹപാഠികളായ നമ്മൾ കുറച്ച് ചെറുപ്പക്കാരുടെ ചെറിയൊരു സംരംഭം. നമ്മുടെ കയ്യിൽ തരാനധികം ഓഫറുകളൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ സ്വപ്നം അത് നമ്മുടേത് കൂടിയാണ്. സ്വന്തമായൊരു വീടെന്നത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിലും ഈ നമ്പർ മറക്കണ്ട കേട്ടോ, സേവ് ചെയ്ത് വെച്ചേക്കുക. കേരളത്തിലെവിടെയും വിശ്വസ്തയോടെ മിതമായ നിരക്കിൽ നമ്മളുണ്ടാവും നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ വീടെന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ.